ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രത്തിന്റെ വിശ്വാസ്യത സംബന്ധിച്ച നിലപാട് വിശദീകരിക്കാൻ കേന്ദ്ര സർക്കാരിനും തെരഞ്ഞെടുപ്പ് കമ്മീഷനും സുപ്രീം കോടതിയുടെ നോട്ടീസ്. മെയ് 8-നകം മറുപടി നൽകണം. മായാവതിയുടെ ബഹുജൻ സമാജ്വാദി പാർട്ടി നൽകിയ ഹർജിയിലാണ് നോട്ടീസ്. യന്ത്രത്തോടൊപ്പം വോട്ടിംഗ് സ്ലിപ്പും ഉൾപ്പെടുത്തണം എന്ന് മായാവതി ആവശ്യപ്പെട്ടു. BSP നൽകിയ ഹർജിയിൽ പ്രാഥമിക വാദം കേട്ട ജസ്റ്റിസ് ജെ ചെലമേശ്വർ അധ്യക്ഷനായ ബെഞ്ച് നിലപാട് വിശദീകരിക്കാൻ കേന്ദ്ര സർക്കാരിനോടും തെരഞ്ഞെടുപ്പ് കമ്മീഷനോടും നിർദ്ദേശിച്ചു. മെയ് 8-നകം മറുപടി നൽകണം. വോട്ട് ഏത് ചിഹ്നത്തിലാണ് രേഖപ്പെടുത്തിയിരിക്കുന്നതെന്നറിയാൻ നിലവിൽ വോട്ടർമാർക്ക് സൗകര്യമില്ല. അതിനാൽ യന്ത്രത്തോടൊപ്പം വോട്ട് രേഖപ്പെടുത്തുന്ന സ്ലിപ്പും ഉൾപ്പെടുത്തണമെന്ന് BSPക്ക് വേണ്ടി ഹാജരായ മുതിർന്ന അഭിഭാഷകൻ P. ചിദംബരം ആവശ്യപ്പെട്ടു. ക്രമക്കേട് നടന്നതിനാൽ ഇക്കഴിഞ്ഞ 5 നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ റദ്ദാക്കണമെന്നും ഹർജിക്കാർ ആവശ്യമുന്നയിച്ചു. എന്നാൽ ഇക്കാര്യം അംഗീകരിക്കാനാകില്ലെന്ന് ചൂണ്ടിക്കാട്ടി ആവശ്യം സുപ്രീം കോടതി തള്ളി. പകരം വോട്ടിംഗ് മെഷീനിലെ വിശ്വാസ്യത പരിശോധിക്കാൻ വിശദമായ വാദം നടത്താമെന്ന് സുപ്രീം കോടതി വ്യക്തമാക്കി. കേസിൽ കക്ഷി ചേരണമെന്നാവശ്യപ്പെട്ട് കപിൽ സിബൽ, AM സിഗ്ബി എന്നിവർ വഴി കോൺഗ്രസും ഹർജി സമർപ്പിച്ചിട്ടുണ്ട്. ലോകത്ത് ഇന്ത്യയിൽ മാത്രമാണ് വോട്ടിംഗ് മെഷീൻ ഉപയോഗിക്കുന്നതെന്ന് കോൺഗ്രസ് ചൂണ്ടിക്കാട്ടി. ഉത്തർപ്രദേശ് തെരഞ്ഞെടുപ്പിൽ BJP വൻ വിജയം നേടിയതിനു പിന്നിൽ വോട്ടിംഗ് മെഷീനിലെ ക്രമക്കേടാണെന്ന് BSP നേരത്തെ ആരോപിച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് അവർ സുപ്രീം കോടതിയെ സമീപിച്ചത്. നേരത്തെ ഇതേ വിഷയത്തിൽ സമർപ്പിച്ച ഒരു പൊതുതാൽപര്യ ഹർജിയിൽ മാർച്ച് 24-ന് സുപ്രീം കോടതി കേന്ദ്ര സർക്കാരിന് നോട്ടീസ് അയച്ചിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, ദില്ലി. യമുനയുടെ ജൈവഘടന നഷ്ടമായെന്ന് ദേശീയ ഹരിത ട്രിബ്യൂണൽ. ശ്രീ രവിശങ്കറിന്റെ ലോക സാംസ്കാരിക ഉത്സവത്തിനായാണ് യമുനാ തീരം മണ്ണിട്ട് നിരത്തിയത്. ജൈവഘടന പുനഃസ്ഥാപിക്കാൻ കുറഞ്ഞത് 10 വർഷം എടുക്കുമെന്നും വിദഗ്ധ സമിതി റിപ്പോർട്ട്. എന്നാൽ വിദഗ്ധ സമിതി അശാസ്ത്രീയ പരിശോധനയാണ് നടത്തിയതെന്ന് ശ്രീ രവിശങ്കർ പ്രതികരിച്ചു. വിവരങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധി മനുശങ്കർ ചേരുന്നു. മനു, വലിയ തരത്തിലുള്ള വിമർശനം അക്കാലത്ത് തന്നെ ഇതുമായി ബന്ധപ്പെട്ട് ഉയർന്നിരുന്നു. പരിസ്ഥിതി മന്ത്രാലയം അനുമതി നൽകിയത് അടക്കമുള്ള കാര്യങ്ങളിൽ നിലവിൽ എന്താണ് സംഭവിച്ചത്? യമുന നദീതീരം മണ്ണിട്ട് നിരത്തിയാണ് ആർട്ട് ഓഫ് ലിവിംഗിന്റെ സാംസ്കാരിക പരിപാടിക്കായി വേദിയൊരുക്കാൻ നിരത്തിയത്. ജലസമ്പന്നമായിരുന്ന നിരവധി കൃഷിയിടങ്ങൾ ഉൾപ്പെടെ മണ്ണിട്ട് നിരത്തിയത് 7 ഏക്കറിലും മറ്റുമായിരുന്നു. പ്രധാന വേദി മാത്രം പണിതുയർത്തുകയും ചെയ്തത്. പരിസ്ഥിതി മന്ത്രാലയത്തിന്റെയും ഡൽഹി സർക്കാരിന്റെയും അനുമതി കൂടാതെയായിരുന്നു ഈ നീക്കങ്ങളെല്ലാം നടത്തിയത്. അതീവ പരിസ്ഥിതി പ്രാധാന്യമുള്ള യമുനാ തീരം നിരത്തിയതോടെ ജൈവഘടന പൂർണ്ണമായി തന്നെ നഷ്ടമായിരിക്കുന്നു എന്നാണ് വിദഗ്ധ സമിതി കണ്ടെത്തിയിരിക്കുന്നത്. ജൈവഘടനയ്ക്ക് സംഭവിച്ച നഷ്ടങ്ങൾ നികത്താൻ കുറഞ്ഞത് 10 വർഷമെങ്കിലും വേണ്ടിവരുമെന്നും വിദഗ്ധ സമിതി ചൂണ്ടിക്കാട്ടുന്നു. 14 കോടി രൂപയുടെ നഷ്ടമുണ്ടാക്കിയെന്നാണ് കേന്ദ്ര ജലവിഭവ മന്ത്രാലയം സെക്രട്ടറി അധ്യക്ഷനായ സമിതി നേരത്തെ വിലയിരുത്തിയിരുന്നത്. ഇതിന് പിന്നാലെയാണ് വിദഗ്ധ സമിതിയും കുറഞ്ഞത് 52 കോടി രൂപയുടെയെങ്കിലും നഷ്ടം ലോക സാംസ്കാരികോത്സവം ഉണ്ടാക്കിയെന്നുള്ള റിപ്പോർട്ട് ദേശീയ ഹരിത ട്രൈബ്യൂണലിൽ സമർപ്പിച്ചിരിക്കുന്നത്. എത്രയും വേഗം നദീതട പുനർനിർമ്മാണം നടത്തണമെന്നും റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നുണ്ട്. എന്നാൽ അശാസ്ത്രീയമായ പരിശോധനയാണ് ട്രൈബ്യൂണൽ നടത്തിയതെന്നും വിദഗ്ധ സമിതി തെറ്റിദ്ധരിപ്പിക്കുന്നുവെന്നും ശ്രീ രവിശങ്കർ പ്രതികരിച്ചു. അരുൺ. മനുശങ്കർ, ദില്ലിയിൽ നിന്ന്. നന്ദൻകോട് കൂട്ടക്കൊല കേസിലെ പ്രതിയായ കേഡൽ ജിൻസനെ നന്ദൻകോട്ടെ വീട്ടിലെത്തിച്ച പോലീസ് നടത്തിയ തെളിവെടുപ്പിൽ കൊലയ്ക്ക് ഉപയോഗിച്ച കൂടുതൽ ആയുധങ്ങൾ കണ്ടെടുത്തു. പിതാവിന്റെ സ്വഭാവ ദൂഷ്യമാണ് കൂട്ടക്കൊലയിൽ കലാശിച്ചത് എന്നാണ് പ്രതി പുതുതായി പോലീസിന് നൽകിയ മൊഴി. അതേസമയം കൊല നടത്തിയതിന്റെ യഥാർത്ഥ കാരണത്തെക്കുറിച്ച് കേഡൽ അടിക്കടി മൊഴി മാറ്റി പറയുന്നത് അന്വേഷണ സംഘത്തെ കൂടുതൽ ആശയക്കുഴപ്പത്തിൽ ആക്കുന്നു. സുനിൽ അരുമാനൂർ ചേരുന്നു. സുനിൽ, എന്തൊക്കെയാണ് വിവരങ്ങൾ? കേസിലെ പ്രതി കേദൽ ജിൻസൺ രാജെ കന്റോൺമെന്റ് അസിസ്റ്റന്റ് കമ്മീഷണർ ബൈജുവിന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘമാണ് കൊലപാതകം നടന്ന നന്ദൻകോട്ടെ വസതിയിലെത്തിച്ച് വിശദമായി തെളിവെടുപ്പ് നടത്തിയത്. ഈ തെളിവെടുപ്പിൽ കേഡൽ ജിൻസന്റെ മുറിയിൽ നിന്ന് ഈ 4 പേരെയും കൊല്ലാൻ ഉപയോഗിച്ച ഈ കത്തി, അതോടൊപ്പം തന്നെ ഇരുമ്പ് ദണ്ട് തുടങ്ങിയവ കണ്ടെത്തിയിട്ടുണ്ട്. ഈ 4 പേരെയും കമ്പ്യൂട്ടർ മുമ്പിലായി ഇരുത്തി കൊലപ്പെടുത്തിയ കസേര അന്ന് ഒളിപ്പിച്ചിരുന്നു. അത് ഇന്ന് പോലീസിന്റെ സാന്നിധ്യത്തിൽ തന്നെ കേദൽ എടുത്ത് നൽകുന്ന ഒരു സാഹചര്യം. ഇതിനെ തുടർന്ന് പോലീസും ഫോറൻസിക് വിദഗ്ധരും ഇത് വിശദമായി പരിശോധന നടത്തി. അതിനുശേഷം മണിക്കൂറുകൾ നീണ്ട വീട്ടിലെ തെളിവെടുപ്പിന് ശേഷമാണ് പെട്രോൾ വാങ്ങിയ കവടിയാറിലെ സിവിൽ സപ്ലൈസിന്റെ പെട്രോൾ പമ്പിലേക്ക് കേദലിനെ കൊണ്ടുപോയി. അവിടുത്തെ CCTVയിൽ കേദലിന്റെ ദൃശ്യങ്ങൾ പതിഞ്ഞിട്ടുണ്ട്. ഇക്കാര്യവും അന്വേഷണ സംഘം വിശദമായി തന്നെ പരിശോധിച്ചു. അതിനുശേഷം ഷവർമ വാങ്ങിയ ഹോട്ടലിൽ കൊണ്ടുപോയി തെളിവെടുത്ത ശേഷം ഇപ്പോൾ കന്റോൺമെന്റ് പോലീസ് സ്റ്റേഷനിൽ വീണ്ടും ചോദ്യം ചെയ്യൽ നടക്കുകയാണ്. വിശദമായ ചോദ്യം ചെയ്യൽ വീണ്ടും തുടരും. നാളെയോ മറ്റന്നാളോ ചെന്നൈയിൽ കൊണ്ടുപോയി തെളിവെടുക്കാനും പോലീസ് ആലോചിക്കുന്നുണ്ട്. കാരണം ഈ സംഭവമെല്ലാം നടത്തിയ ശേഷം ചെന്നൈയിലേക്കാണ് ഒളിവിൽ പോയത്. അപ്പോൾ ഏതെങ്കിലും സാധനങ്ങൾ അവിടെ ഒളിപ്പിച്ചിട്ടുണ്ടോ, ലാപ്ടോപ്പ് പോലുള്ള അല്ലെങ്കിൽ മൊബൈൽ പോലുള്ള ഏതെങ്കിലും വസ്തുക്കൾ അവിടെ ഒളിപ്പിച്ചിട്ടുണ്ടോ എന്നുള്ളത് സംബന്ധിച്ച് വിശദമായ പരിശോധന നടത്തുന്നതിനാണ് കേദലിനെയും കൊണ്ട് ചെന്നൈയിലേക്ക് പോകുന്നത്. സംഘടനാ തെരഞ്ഞെടുപ്പിന് മുൻപ്
MM ഹസനെ അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാറ്റുമെന്ന് സൂചന. സമവായത്തിലൂടെ പുതിയ അധ്യക്ഷനെ നിയമിച്ച സംഘടനാ തെരഞ്ഞെടുപ്പ് പൂർത്തിയാക്കാനും ഹൈക്കമാൻഡ് നീക്കം തുടങ്ങി. AICC അധ്യക്ഷ സ്ഥാനത്തേക്ക് രാഹുൽ ഗാന്ധി എത്തുന്നതോടെ ദേശീയ നേതൃത്വ നിരയിലും മാറ്റങ്ങളുണ്ടാവും. 3 കോൺഗ്രസ് പ്രവർത്തക സമിതിയിലേക്ക് രാഹുൽ കേഡറിലെ വിശ്വസ്തർ. മറ്റ് സുപ്രധാന തസ്തികകളിലും രാഹുലിന്റെ ഗ്രൂപ്പ്. സംഘടനാ തെരഞ്ഞെടുപ്പ് പൂർത്തിയാകുമ്പോൾ പൂർണ്ണമായും രാഹുൽ ഗാന്ധിയുടെ യുവനിരയാകും കോൺഗ്രസ് നേതൃനിരയിലെത്തുക. രാഹുൽ ഗാന്ധിയെ അധ്യക്ഷ സ്ഥാനത്തേക്ക് നിയോഗിച്ച് 2019 പൊതു തെരഞ്ഞെടുപ്പ് നേരിടുമെന്നും കോൺഗ്രസ് പ്രഖ്യാപിക്കും. അതേസമയം സംഘടനാ തെരഞ്ഞെടുപ്പിന്റെ സമയക്രമം AICC നിശ്ചയിച്ചതിനു പിന്നാലെ ദില്ലിയിലേക്ക് കേരള നേതാക്കൾ എത്തിത്തുടങ്ങി. താൽക്കാലിക അധ്യക്ഷനായി ഹൈക്കമാൻഡ് നിയോഗിച്ച MM ഹസനെ സംഘടനാ തെരഞ്ഞെടുപ്പിന് മുമ്പ് മാറ്റാനാണ് ഹൈക്കമാൻഡ് നീക്കം. പകരം AI ഗ്രൂപ്പുകളുടെ സമവായത്തിലൂടെ പുതിയ അധ്യക്ഷനെ നിയോഗിക്കും. 91 സംഘടനാ തെരഞ്ഞെടുപ്പിന് ശേഷം നാമനിർദ്ദേശത്തിലൂടെയാണ് KPCC അധ്യക്ഷന്മാരെ നിയമിച്ചിട്ടുള്ളത്. ഈ രീതി പിന്തുടരും. താൽക്കാലിക അധ്യക്ഷന് പകരം സ്ഥിരം അധ്യക്ഷന്റെ മേൽനോട്ടത്തിൽ സംഘടനാ തെരഞ്ഞെടുപ്പ് പൂർത്തിയാക്കണമെന്നാണ് കേന്ദ്ര നേതാക്കളുടെയും നിലപാട്. ദില്ലിയിലുള്ള MM ഹസന് പുറമെ രമേശ് ചെന്നിത്തല, ഉമ്മൻചാണ്ടി തുടങ്ങിയവർ വരും ദിവസങ്ങളിൽ ദില്ലിയിൽ ചർച്ചയ്ക്കായി എത്തും. VM സുധീരൻ, VD സതീശൻ, PT തോമസ്, PC വിഷ്ണുനാഥ് എന്നിവർ കേന്ദ്രതലത്തിലേക്ക് എത്താനും സാധ്യതയേറുന്നു. MM ഹസന് സ്ഥാനചലനമുണ്ടാകുമെന്ന് വ്യക്തമായതോടെ അധ്യക്ഷ സ്ഥാനമോഹികൾ ദില്ലി കേന്ദ്രീകരിച്ചുള്ള കരുനീക്കങ്ങൾ ശക്തമാക്കിയിട്ടുണ്ട്. ജാതി മത സമവാക്യങ്ങൾ ഉയർത്തിയാണ് പല നേതാക്കളുടെയും പ്രവർത്തനം. ദില്ലിയിൽ നിന്നും സന്തോഷ് സർലിംഗ്. 8 സംസ്ഥാനങ്ങളിലായി നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ BJPക്ക് മുന്നേറ്റം. കർണാടകയിലെ 2 മണ്ഡലങ്ങളിൽ കോൺഗ്രസ് ജയിച്ചു. ആം ആദ്മിയുടെ സിറ്റിംഗ് സീറ്റായ ദില്ലിയിലെ രജൌരി മണ്ഡലത്തിൽ ആം ആദ്മി 3ാം സ്ഥാനത്തേക്ക് തകർന്നടിഞ്ഞു. ശ്രീനഗറിലെ പുനർവോട്ടിംഗിലും പോളിംഗ് ദുർബലമായി. 8 സംസ്ഥാനങ്ങളിലായി ശ്രീനഗർ ലോക്സഭാ മണ്ഡലത്തിൽ ഉൾപ്പെടെ 10 നിയമസഭാ മണ്ഡലങ്ങളിലാണ് ഉപതെരഞ്ഞെടുപ്പ് നടന്നത്. കർണാടകത്തിലൊഴികെ മറ്റെല്ലായിടത്തും BJP മുന്നേറ്റം നിലനിർത്തി. ആം ആദ്മിയുടെ സിറ്റിംഗ് സീറ്റായിരുന്ന ദില്ലിയിലെ രജൌരി ഗാർഡനിൽ ആം ആദ്മി 3ാം സ്ഥാനത്തേക്ക് തകർന്നടിഞ്ഞു. പഞ്ചാബ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനായാണ് ആം ആദ്മി MLA ജർണൈൽ സിംഗ് ഇവിടെ നിന്ന് രാജിവെച്ചത്. BJP SID കൂട്ടുകെട്ടിൽ മഞ്ജീന്ദർ സിംഗ് വിജയിച്ചപ്പോൾ കോൺഗ്രസ് 30% വോട്ട് നേടി 2ാം സ്ഥാനത്തേക്ക് എത്തിയത് ശ്രദ്ധേയമായി. വോട്ടിംഗ് മെഷീൻ ക്രമക്കേട് ആരോപണമുയർന്ന രാജസ്ഥാനിലെ ധോൽപൂർ മണ്ഡലത്തിൽ 16,000-ൽ പരം വോട്ടുകൾക്ക് BJP സ്ഥാനാർത്ഥി ശോഭാ റാണി വിജയിച്ചു. SM കൃഷ്ണയുടെ BJP പ്രവേശനത്തിലൂടെ ശ്രദ്ധേയമായ കർണാടകയിൽ മുഖ്യമന്ത്രി സിദ്ധരാമയ്യയുടെ വസതി ഉൾപ്പെടുന്ന നഞ്ചൻഗോഡും ഗുണ്ടൽപേട്ടിലും കോൺഗ്രസ് വിജയിച്ചു. പശ്ചിമബംഗാളിൽ തൃണമൂൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി വിജയിച്ചു. ജാർഖണ്ഡിൽ ജാർഖണ്ഡ് മുക്തി മോർച്ച സിറ്റിംഗ് സീറ്റ് നിലനിർത്തി. ഹിമാചൽ പ്രദേശിലും മധ്യപ്രദേശിലെ 2ഇടത്തും അസമിലും BJP മുന്നേറ്റം പ്രകടമായി. വിഘടനവാദി നേതാക്കളുടെ ബഹിഷ്കരണം മൂലം കഴിഞ്ഞ തവണ വോട്ടിംഗ് 7% മാത്രമായിരുന്ന ശ്രീനഗറിൽ പുനർവോട്ടിംഗ് നടത്തിയെങ്കിലും ഇത്തവണയും പോളിംഗ് ദുർബലമായി. പലയിടത്തും വോട്ടിംഗ് മെഷീനുകൾ പ്രവർത്തകർ തകർത്തു. സിറ്റിംഗ് സീറ്റായ രജൌരി ഗാർഡനിൽ 1ാം സ്ഥാനത്ത് നിന്ന് 3ാം സ്ഥാനത്തേക്ക് ആം ആദ്മി പാർട്ടി കൂപ്പുകുത്തിയത് പഞ്ചാബിന് പിന്നാലെ ഏറ്റവും വലിയ തിരിച്ചടി ആം ആദ്മിക്ക് ഏകുന്നതായി. മനുശങ്കർ, ദില്ലി. സ്വന്തം ഗ്രാമപഞ്ചായത്തിലെ ഗ്രാമസഭയിൽ പങ്കെടുത്ത മുഖ്യമന്ത്രി പിണറായി വിജയൻ താഴെത്തട്ടിലുള്ള പദ്ധതി ആസൂത്രണത്തിലും നേരിട്ട് പങ്കാളിയായി. പിണറായി ഗ്രാമപഞ്ചായത്തിലെ 2ാം വാർഡിന്റെ ഭാഗമായ എടക്കടവ് ഗ്രാമസഭയിലാണ് മുഖ്യമന്ത്രി പങ്കെടുത്തത്. പരമ്പരാഗത ശൈലിയിൽ മാറ്റം വരുത്തി പദ്ധതി നിർവഹണത്തിൽ കേരളത്തെ രാജ്യത്തെ മുൻനിര സംസ്ഥാനമാക്കി മാറ്റുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. മുഖ്യമന്ത്രിയുടെ സാന്നിധ്യം തന്നെയായിരുന്നു കണ്ണൂർ പിണറായി ഗ്രാമപഞ്ചായത്തിലെ എടക്കടവിൽ ചേർന്ന 2ാം വാർഡ് ഗ്രാമസഭയെ ശ്രദ്ധാകേന്ദ്രമാക്കിയത്. മുഖ്യമന്ത്രി പിണറായി വിജയൻ സ്വന്തം വാർഡിലെ ഗ്രാമസഭയിൽ സന്നിഹിതനായി രജിസ്റ്ററിൽ ഒപ്പുവെച്ചു. അയൽക്കാർക്കും സ്വന്തം നാട്ടുകാർക്കും ഒപ്പം ചേർന്ന് ഏറ്റവും താഴെത്തട്ടിലുള്ള ജനകീയാസൂത്രണത്തിൽ ഭാഗഭാക്കായി. ഗ്രാമസഭയുടെ ഉദ്ഘാടനം നിർവഹിച്ചതും മുഖ്യമന്ത്രി തന്നെ. പദ്ധതി നിർവഹണത്തിൽ രാജ്യത്തെ കേരളത്തിലെ 1ാം നിരയിലെത്തിക്കുമെന്നും പരമ്പരാഗതമായ പദ്ധതി നിർവഹണ ശൈലിയിൽ മാറ്റം വരുത്തി കഴിഞ്ഞതായും മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. അതായത് ഏപ്രിൽ തൊട്ട് അടുത്ത മാർച്ച് വരെയുള്ള സാമ്പത്തിക വർഷം ഇതേവരെ നമ്മുടെ സംസ്ഥാനത്ത് സ്വീകരിച്ചു വന്ന പദ്ധതി ചെലവിന്റെ രീതിയിലാകെ മാറ്റം വരുത്തുക എന്ന് പറഞ്ഞാൽ ഏപ്രിൽ തൊട്ട് തന്നെ സംസ്ഥാനത്ത് പദ്ധതി ചെലവ് ആരംഭിക്കും. അവസാനത്തെ 3 മാസമാകുമ്പോൾ ബാക്കി നിൽക്കാവുന്നത് വെറും 30% മാത്രമാണ്. ഇത് നമ്മുടെ സംസ്ഥാനത്തെ പദ്ധതി കൃത്യമായിട്ട് നിർവഹിക്കുന്ന സ്ഥിതി വരും, പണം ചെലവിടുന്ന സ്ഥിതി വരും. നമ്മുടെ രാജ്യത്തെ തന്നെ ഏറ്റവും കാര്യക്ഷമതയോടെ പദ്ധതി നിർവഹണം നടത്തുന്ന സംസ്ഥാനമായി കേരളം മാറുമെന്നതാണ്. പിണറായി ഗ്രാമപഞ്ചായത്തിലെ 2016-17 വർഷത്തെ പദ്ധതി നിർവഹണത്തിലെ നേട്ടങ്ങളും പോരായ്മകളും ചൂണ്ടിക്കാട്ടിയ മുഖ്യമന്ത്രി കൂടുതൽ മെച്ചപ്പെട്ട പ്രവർത്തനങ്ങൾക്കുള്ള മാർഗനിർദ്ദേശങ്ങളും നൽകി. ഗ്രാമസഭയിൽ പങ്കെടുക്കാനെത്തിയ 106 വയസ്സുകാരിയായ നാരായണിയമ്മയുടെ അടുത്തെത്തി അഭിനന്ദനം അറിയിച്ച ശേഷമാണ് മുഖ്യമന്ത്രി ഗ്രാമസഭയിൽ നിന്നും പോയത്. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ.
കൊല്ലം കുന്നിക്കോട് ആംബുലൻസും KSRTC ബസും കൂട്ടിയിടിച്ച 4 പേർ മരിച്ചു. ആംബുലൻസ് ഡ്രൈവർ സുബിൻ തോമസ്, പത്തനാപുരം സ്വദേശികളായ ഫാത്തിമ ബീവി, ഷെരീഫ് എന്നിവരാണ് മരിച്ചത്. രാവിലെ 11:30ഓടെയായിരുന്നു അപകടം. കൊട്ടാരക്കരയിൽ നിന്ന് പുനലൂരിലേക്ക് പോകുന്ന KSRTCയും കൊട്ടാരക്കര ഭാഗത്തേക്ക് പോവുകയായിരുന്ന ആംബുലൻസുമാണ് അപകടത്തിൽപ്പെട്ടത്. ചലച്ചിത്രകാരൻ വേണു അന്തരിച്ചു. വൃക്കരോഗത്തെ തുടർന്ന് ചികിത്സയിലായിരുന്ന അദ്ദേഹത്തെ ചാലക്കുടിയിലെ സ്വകാര്യ ആശുപത്രിയിൽ വെച്ചാണ് അന്തരിച്ചത്. തിരുവനന്തപുരം വഴുതക്കാട് സ്വദേശിയായ വേണു അവിവാഹിതനാണ്. ദിലീപിന്റെ പച്ചക്കുതിര എന്ന സിനിമയിലൂടെ എത്തിയ വേണു പിന്നീട് ചെറുതും വലുതുമായ 60ഓളം സിനിമകളിൽ അഭിനയിച്ചു. തിലക്കത്തിലെയും ചോട്ടാ മുംബൈയിലെയും വേഷങ്ങളാണ് ശ്രദ്ധേയമായത്. മുൻഷി എന്ന ടെലിവിഷൻ ഷോയിലൂടെയാണ് വേണു പ്രേക്ഷകർക്ക് പ്രിയങ്കരനായത്. സംസ്കാരം ശനിയാഴ്ച നടക്കും. കശുവണ്ടി മേഖലയെ ചൊല്ലി INTUCയിൽ AI ഗ്രൂപ്പ് പോര് ശക്തമാകുന്നു. ഉമ്മൻചാണ്ടി പ്രസിഡന്റായ കശുവണ്ടി തൊഴിലാളി കോൺഗ്രസ് എന്ന സംഘടനയെ പിടിച്ചെടുക്കാൻ R ചന്ദ്രശേഖരൻ രംഗത്തെത്തി. കശുവണ്ടി മേഖലയിൽ ഒറ്റ സംഘടന എന്ന വാദമുയർത്തി സംഘടനാ തെരഞ്ഞെടുപ്പിലൂടെയാണ് യൂണിയൻ കൈപ്പിടിയിൽ ഒതുക്കാൻ നീക്കം. എന്നാൽ ചന്ദ്രശേഖരന്റെ അഭിപ്രായത്തോട് യോജിപ്പില്ലെന്ന് കശുവണ്ടി തൊഴിലാളി കോൺഗ്രസ് നേതൃത്വം വ്യക്തമാക്കി. അന്തരിച്ച മുൻ DCC പ്രസിഡന്റ് V സത്യശീലൻ ജനറൽ സെക്രട്ടറിയായും ഉമ്മൻചാണ്ടി പ്രസിഡന്റുമായിരുന്ന സംഘടനയാണ് കശുവണ്ടി തൊഴിലാളി കോൺഗ്രസ്. സത്യശീലന്റെ മരണശേഷം മകൻ സബിൻ സത്യനെ ജനറൽ സെക്രട്ടറി ആക്കിയതിനെതിരെ A ഗ്രൂപ്പിൽ തന്നെ പാളയത്തിൽപ്പെട തുടങ്ങി. ഈ സാഹചര്യം മുതലെടുത്താണ് സംഘടനയെ INTUCയിൽ ലയിപ്പിക്കുക എന്ന ആവശ്യവുമായി R ചന്ദ്രശേഖരൻ യൂണിയൻ ഹൈജാക്ക് ചെയ്യാൻ തന്ത്രം മെനയുന്നത്. ബഹുമാന്യനായ സത്യശീലൻ മരണപ്പെട്ടു. കശുവണ്ടി തൊഴിലാളി കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ മാറ്റം വന്നു എന്ന് പത്രങ്ങളിൽ കണ്ടു. എന്തായാലും കശുവണ്ടി മേഖലയിൽ INTUCക്ക് ഒറ്റ യൂണിയൻ എന്ന നിലപാട് ഏത് സാഹചര്യമുണ്ടായാലും നടപ്പാക്കിയെടുക്കാൻ INTUC സംസ്ഥാന കമ്മിറ്റി തീരുമാനിച്ചിട്ടുണ്ട്. കശുവണ്ടി മേഖലയിൽ കോൺഗ്രസിന്റെ തന്നെ 3 സംഘടനകൾ പ്രവർത്തിക്കുന്നുണ്ട്. ഭിന്നിച്ചു നിന്നാൽ പാർട്ടിയെ ദുർബലപ്പെടുത്തുമെന്നതാണ് ലയിക്കണമെന്ന ആവശ്യത്തിന് INTUCയുടെ ന്യായീകരണം. ഇനി അതിനകത്ത് കോംപ്രമൈസ് ചെയ്യാൻ പറ്റത്തില്ല. കാരണം പാർട്ടിയുടെ സ്ഥിതി വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാലഘട്ടം വരുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോരടിക്കാനും ഓരോ മേഖലയിലും അവരവർക്ക് യൂണിയൻ ഉണ്ടാക്കി പോക്കറ്റ് സംഘടനകൾ ഉണ്ടാക്കിക്കൊണ്ടുപോകാനും പാർട്ടിക്കും താല്പര്യം ഉണ്ടാകത്തില്ല. കശുവണ്ടി തൊഴിലാളി കോൺഗ്രസ് INTUC കേന്ദ്ര അഫിലിയേഷനുള്ള സംഘടനയാണ്. അതിനാൽ സംസ്ഥാന പ്രസിഡന്റിന് ഇതിൽ അഭിപ്രായം പറയാൻ അവകാശമില്ലെന്നാണ് A ഗ്രൂപ്പ് നേതൃത്വം നൽകുന്ന കശുവണ്ടി തൊഴിലാളി കോൺഗ്രസ് നേതൃത്വത്തിന്റെ അഭിപ്രായം. രാജ്കുമാർ, ന്യൂസ് ബ്യൂറോ, കൊല്ലം. കൂത്തുപറമ്പ് പോലീസ് വെടിവയ്പിൽ പരിക്കേറ്റ് ശയ്യ അവലംബനായ പുഷ്പന് സംസ്ഥാന സർക്കാരിന്റെ സാന്ത്വനം. ഇലക്ട്രോണിക് വീൽചെയർ, ഇലക്ട്രോണിക് കട്ടിൽ, സംഭാഷണങ്ങൾ രചനകളാക്കി മാറ്റാവുന്ന പേഴ്സണൽ കമ്പ്യൂട്ടർ എന്നിവ സംസ്ഥാന സാമൂഹ്യ സുരക്ഷാ മിഷൻ പുഷ്പന് ലഭ്യമാക്കി. പാനൂർ മേനമ്പ്രത്തെ വീട്ടിലെത്തി മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇവ പുഷ്പന് കൈമാറി. 5 പേരുടെ മരണത്തിനിടയാക്കിയ കൂത്തുപറമ്പ് വെടിവയ്പിൽ ജീവിക്കുന്ന രക്തസാക്ഷിയാണ് പാനൂർ മേനപ്പുറം പുതുക്കുടി പുഷ്പൻ. വെടിയേറ്റ് ശരീരം തളർന്ന പുഷ്പൻ നിശ്ചയദാർഢ്യം കൊണ്ട് മാത്രം അതിജീവന പാതയിലാണ്. ശരീരം തളർന്നെങ്കിലും മനസ്സിന്റെ കരുത്ത് ജീവിതത്തിലേക്ക് പ്രതീക്ഷ നൽകി. പുഷ്പന് സഞ്ചാരത്തിനും എഴുതുന്നതിനുമുള്ള ഇലക്ട്രോണിക് യന്ത്രസഹായം ലഭ്യമാക്കാൻ LDF മന്ത്രിസഭായോഗം തീരുമാനിച്ചു. തുടർന്ന് ഈ ദൗത്യം സാമൂഹ്യ സുരക്ഷാ മിഷനെ ചുമതലപ്പെടുത്തി. പ്രത്യേക ടെക്നിക്കൽ ടീം പുഷ്പനെ സന്ദർശിച്ച ശേഷമാണ് ആവശ്യമായ ഇലക്ട്രോണിക് ഉപകരണങ്ങൾ അമേരിക്ക, തായ്ലൻഡ് എന്നിവിടങ്ങളിൽ നിന്നും എത്തിച്ചത്. സാമൂഹ്യ സുരക്ഷാ മിഷൻ ഡയറക്ടർ ഡോക്ടർ മുഹമ്മദ് അഷീൽ, സഞ്ചരിക്കാൻ വേണ്ടി നമ്മളിപ്പോൾ ചെയ്തിരിക്കുന്ന സംവിധാനം ഒരു US ബേസ്ഡ് ടെക്നോളജി, ഒരു US കമ്പനിയോട് കസ്റ്റമൈസ് ചെയ്തിട്ടാണ് ഈ വീൽ ചെയർ ഉണ്ടാക്കിയത്, ഇലക്ട്രോണിക് വീൽ ചെയർ ഉണ്ടാക്കിയത്. അപ്പോൾ അതിൻ്റെ ജോയ്സ്റ്റിക്ക് ഈ ഒരു മൂവ്മെൻറ്റ് കൊണ്ട് മുമ്പോട്ടും പുറകോട്ടും എല്ലാം സൈഡിലേക്ക് എടുക്കാൻ പറ്റാവുന്ന രീതിയിൽ ചിഹ്നോണ്ട് ഓപ്പറേറ്റ് ചെയ്യുന്ന രീതിയിൽ സംവിധാനിച്ചിട്ടുള്ളത്. ഒരു സ്വാശ്രയത്വം കൈവരിക്കാൻ വേണ്ടിയാണ് അത് സംവിധാനം ചെയ്തിരിക്കുന്നത്. പുഷ്പന് ആവശ്യമായ എല്ലാ സഹായങ്ങളും തുടർന്നും സർക്കാർ ലഭ്യമാക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. സഹായം കൂടുതലായിട്ട് വേണ്ടി വരുന്നുണ്ടെങ്കിൽ അറിയിച്ചാൽ അതിനാവശ്യമായ സഹായം ചെയ്തു തരികയും ചെയ്യാം. സോഷ്യൽ സെക്യൂരിറ്റി മിഷനെയും വകുപ്പ് മന്ത്രി എന്ന നിലയ്ക്ക് ശൈലജ ടീച്ചറെയും ഹാർദമായി അഭിനന്ദിക്കുന്നു. ഇലക്ട്രോണിക് വീൽ കസേര, ഇലക്ട്രോണിക് കട്ടിൽ, സംഭാഷണം എഴുത്തിലേക്ക് മാറ്റാൻ സാധിക്കുന്ന സാങ്കേതിക വിദ്യയോടുകൂടിയ കമ്പ്യൂട്ടർ എന്നിവയാണ് പുഷ്പന് ലഭ്യമാക്കിയത്. 7 ലക്ഷം രൂപയുടെ ഉപകരണങ്ങളാണിത്. പുഷ്പന് സ്വന്തം നിലയിൽ ഇവ പ്രവർത്തിപ്പിക്കാനാകും. ആരോഗ്യമന്ത്രി KK ശൈലജ, AN ഷംസീർ MLA, CPIM കണ്ണൂർ ജില്ലാ സെക്രട്ടറി P ജയരാജൻ, ഡോക്ടർ മുഹമ്മദ് അഷീൽ തുടങ്ങിയവരും ചടങ്ങിൽ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ. കനത്ത കുടിവെള്ളക്ഷാമത്തിൽ മലയോരം. ഇടുക്കിയുടെ കുടിയേറ്റ ചരിത്രത്തിൽ നാളിതുവരെ അനുഭവപ്പെടാത്ത കുടിവെള്ളക്ഷാമത്തിനാണ് ഹൈറേഞ്ച് സാക്ഷ്യം വഹിക്കുന്നത്. ജനങ്ങൾ കുടിവെള്ളത്തിനായി നെട്ടോട്ടം ഓടുമ്പോൾ ഇവർക്ക് കൈത്താങ്ങാവുകയാണ് മലയോരത്തെ രാജാക്കാട് പഞ്ചായത്ത്.